കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ബോർഡറായി തൃക്കരിപ്പൂരിനടുത്ത് കാര തലിച്ചാലം പാലത്തിനരികിൽ ഒരു ചെറിയ കടയുണ്ട്. ഭരണികളിലൊക്കെ ഭംഗിയിൽ നിറച്ചു വച്ചിരിക്കുന്ന ഉപ്പിലിട്ട സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു കട. അവിടെ കടയിൽ ആളില്ല, ആരുമില്ല, സമീപത്തും ആരുമില്ല. പക്ഷെ റോഡിലൂടെ പോകുന്ന ആളുകളൊക്കെ, ആവശ്യക്കാരൊക്കെ കടയിലേക്ക് വരുന്നു, സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നു. ഇത് എന്താണ്, ഇവിടെ എങ്ങനെയാണ് കച്ചവടം നടക്കുന്നത് എന്ന് കുറച്ച് കൗതുകമുണ്ടായി. അപ്പോൾ ആ കൗതുക കാഴ്ചകളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിലായതുകൊണ്ട് തൃക്കരിപ്പൂർ ഈ കാര തലിച്ചാലം പാലത്തിലൂടെ പോകുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു കട കണ്ടത്. സത്യസന്ധത കട, ഹോണസ്റ്റി ഷോപ്പ് എന്നൊക്കെ കണ്ടപ്പോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ കണ്ട നമ്പറിൽ വെക്കാനൊന്ന് ബന്ധപ്പെട്ടു. അപ്പോൾ സുലൈമാൻക്ക് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ എങ്ങനെയാണ് ഇത്രത്തോളം നമ്മുടെ നാട്ടുകാരെ, സാധാരണ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ ആളില്ലാ കടകൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളിപ്പോ അതിന്റെ വീഡിയോ ഒക്കെ വരുമ്പോ അതിന്റെ താഴെ ഇത് മലയാളിയുടെ അടുത്തായിരിക്കണം, കട പോലും അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ 2-3 മാസമായി കട നടക്കുന്നത്. പൊതുവെ ഇവിടുത്തെ ജനങ്ങൾ നല്ല ജനങ്ങളാണ്, എല്ലാവരും ഒത്തൊരുമയുള്ള ജനങ്ങളാണ്, ഏത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ നമ്മളോട് ഇപ്പം ഇവിടെ ഈ 3 മാസം തുടങ്ങിയിട്ട് ഒരാൾ ഒരു അനാവശ്യം ഒരു മുട്ടായി പോലും ഒരു ഉത്തരം എടുത്തിട്ടുണ്ടാവും, കുഞ്ഞുങ്ങൾ പോലും. അത്രയും സത്യത നമ്മളത് അഥവാ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നിങ്ങൾക്ക് എന്ത്, ചില എടുക്കാതെ പോകും, ആളില്ലല്ലോ. നമ്മളിപ്പോ 100 രൂപ 200 രൂപ സാധനം എടുത്തിട്ട് അതിലിട്ട് ഇത് ആരെങ്കിലും അടിച്ചു മാറ്റിയാലോ ഇത് ഞങ്ങൾക്ക് ഫോൺ ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എടുത്തോ, നിങ്ങൾ പൈസ അതിൽ തന്നെ ഇട്ടോ, അത് എനിക്ക് 100% എന്നാലും അവർ പറയാ പേടിക്കും, എന്നാൽ ഇങ്ങൊന്ന് വരുമോന്ന് ചോദിക്കും. ഞാൻ വരേണ്ട ആവശ്യമില്ല, എനിക്ക് അത്ര വിശ്വാസമാണ്. അപ്പൊ അവർക്ക് പേടിയാണ്. അങ്ങനെ കുറെ ആൾ അങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലായി. സാധനം എടുത്തിട്ട് ഈ പൈസ വെച്ചിട്ട് ആരെങ്കിലും അടിച്ചു മാറ്റി അങ്ങനെ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. പുതിയ കാലത്ത് അങ്ങനെ ആളുകളില്ല, അങ്ങനത്തെ ഒരു ആൾക്കാരില്ല, അങ്ങനത്തെ ഒരു സമൂഹത്തില്ല. ഇനി അഥവാ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമില്ലു. ഇനി അഥവാ ആരെങ്കിലും ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇസ്ലാമിൽ പറയുന്നു അവരുടെ ദാഹം തീർത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമില്ലു. അത്ര നല്ല മനസ്സാണ്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം, നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നോട് ചോദിച്ചില്ലേ ഭക്ഷണം കഴിച്ചോളൂ. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുത്ത ഒരു വെള്ളം കൊടുത്താൽ അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം തന്നെ വലിയൊരു ഇതാണ്, നമുക്കൊരു വലിയൊരു അനുഗ്രഹം. അത് ആർക്ക് നമ്മൾ ഈ ലോകത്ത് നമ്മൾ ആരും ഒന്നും കൊണ്ടു വന്നിട്ടില്ല. ഒരാൾ നമ്മളെല്ലാരും ഒരുപോലെയാണ്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ എല്ലാം നമ്മൾ ഒരുപോലെയാണ്. നമ്മൾ ഒരുപോലെ കാണണം, അവരെല്ലാരും എല്ലാരും നമ്മൾ ഒരുപോലെ കാണണം. ആ ഒരു മനസ്ഥിതിക്കാരൻ ഞാൻ. അതുകൊണ്ട് ഇത് നല്ല വിജയത്തിൽ പോകുന്നുണ്ട്. ഒരു നല്ല എനിക്ക് കിട്ടുന്നുണ്ട്, എന്റേതായ ആ അധ്വാനത്തിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ സത്യസന്ധമായിട്ട് നല്ല സാധനം, ഞാൻ ഫ്രഷ് സാധനം കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നത്. തളിപ്പുറം ഫ്രഷ് മാങ്ങ പറിച്ചിട്ട് അതേ മാങ്ങ കൊണ്ട് ഇതുവരെ ഒരാൾ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു മാങ്ങ കഴിച്ചിട്ട്, ഒരു നെല്ലിക്ക കഴിച്ചിട്ട്, ഒരു സാധനം കഴിച്ചിട്ട് ചെയ്യുന്നൊരു വാക്ക് ഇന്നുവരെ ഒരാൾ പറഞ്ഞിട്ട് ഈ സമയം വരെ. കാരണം അങ്ങനത്തെ ക്വാളിറ്റി സാധനം ഞാൻ കൊണ്ടുവന്നിട്ട് ഇതാ നിങ്ങൾ കാണുന്നില്ല, ഇതാ. തീർച്ചയായിട്ടും ഇവിടെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, അതുപോലെ കൊണ്ടാട്ടങ്ങളുണ്ട് അല്ലേ? കൊണ്ടാട്ടങ്ങൾ എല്ലാം സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ ഒരു കൃത്രിമില്ല. ഇതിൽ ഞാൻ കൂടുതൽ സിർക്ക കുറച്ച് കൂട്ടും, പിന്നെ വെള്ളം, പിന്നെ ഈ വെള്ളം ചൂടാക്കി തണുപ്പിച്ചിട്ട് അത് മാത്രമേ ഇതിൽ കൂട്ടില്ല, വേറൊരു കൃത്രിമയിലില്ല. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അതാണ് മെയിന്, തിളപ്പിച്ച വെള്ളത്തിലെ മെയിന്. പിന്നെ സിർക്ക എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉപയോഗിക്കാൻ പാടില്ല, കൂടുതൽ ഉപയോഗിക്കൂല. അത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാവും. രാത്രികളിൽ ഇങ്ങനെ ഇന്ന് വന്നാക്കിട്ട് വെക്കും. അതൊന്നും ഇതുവരെ ഒരു പ്രശ്നമില്ല. ഒരു മുട്ടായി പോലും ആരും എടുത്തിട്ട് ഇതുവരെ. അഥവാ അങ്ങനെ ആരും എടുത്ത് അവർ പറയും, അഥവാ പൈസ ഇല്ലാത്ത ആൾ അത് ചില്ലറ ചേഞ്ച് ഇല്ലെങ്കിൽ അവർ പിറ്റേ വന്ന് തരും. അത്രയും സത്യസന്ധത. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഈ നാടെന്ന് പറഞ്ഞാൽ ഈ തൃക്കൈപ്പൂർ നാടെന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും ഒരുമിച്ച്, തൃക്കൈപ്പൂരിന്നല്ല പയ്യന്നൂരിൽ നിന്നും എല്ലാ ആൾക്കാരും, അതേപോലെ ഹിന്ദിക്കാർ വരുന്നുണ്ട്,
പിന്നെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നാൽ നിർത്തിയിട്ട് വരും. അവരെ പിന്നെ നെല്ലിക്ക കൂടുതൽ വാങ്ങിക്കും ടൂറിസ്റ്റുകാർ. അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ പുറം നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നത് ഉപ്പേന്നൊക്കെ ആയിരിക്കും. എന്റെ ഫാദർ ഇവിടെ തന്നെ കടയുണ്ടായിരുന്നു. ആ മൂപ്പരെന്ന് പറഞ്ഞാല് എല്ലാ ജോലിയും ചെയ്യും. തേങ്ങ ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ പലചരക്ക് കടയുണ്ടായിരുന്നു. മൂപ്പര് കട തുറന്നിട്ടിട്ട് പോകും. വീട്ടിലേക്ക് വാങ്ങിയിട്ടെല്ലാം പോയിട്ട് അത് ആൾക്കാർ എടുത്തിട്ട് മൂപ്പര് ആർക്കും എന്ത് സഹായം ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാണ്. അപ്പൊ ആ ഒരു നമ്മൾ രീതി കണ്ടിട്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിന്. തീർച്ചയായിട്ടും. അപ്പൊ അവർ മൂപ്പർ പറയും, എന്നോട് പറയും, ഞാൻ പറയും ചിലപ്പോ ആൾക്ക് അന്ന് ചെറുപ്പമല്ലേ, നമ്മൾ അന്നേരം പറയും ഉപ്പ അങ്ങനെ പോയാൽ അതൊന്നും എടുക്കൂല മോനെ, അതൊന്നും അങ്ങനെ ആരും ചെയ്യില്ല മോനെ, അതൊന്നും നമുക്ക്. കാരണം എന്താ അങ്ങനെ ഒരാൾ അപ്പൊ ഉപ്പാരുടെ ഒരു വിശ്വാസം എന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തമാശക്ക് അങ്ങനെയൊക്കെ പറയാം, മലയാളികളുടെ അടുത്ത് ഇതൊന്നും കാണില്ല, പക്ഷെ നമ്മൾ പരസ്പരമുള്ള ഒരു വിശ്വാസം അത് തന്നെയാണ് നമ്മുടെ നാടിനെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. എല്ലാ ജോലിയും ചെയ്യും. എന്തൊരു വൃത്തി, എനിക്ക് മെയിൻ ആയിട്ട് വേണ്ട വൃത്തി. ഞാൻ ഇപ്പൊ റോഡ് ഇതെല്ലാം ഫുള്ള് ഞാൻ വൃത്തിയാക്കിയതാ. ഇതെല്ലാം ഞാൻ ഫുള്ള് കാടുണ്ടായി എല്ലാം ഞാൻ വൃത്തിയാക്കിയാണ്. എല്ലാം ഞാൻ ശുദ്ധമായി എല്ലാം പാലം വരെ അടിച്ച് വൃത്തിയാക്കി. എല്ലാം ഫുള്ള് ഞാൻ ഇപ്പം കച്ചറ കണ്ടാൽ ഇട്ട് കൊണ്ടുവരും. അപ്പൊ അതും നമുക്ക് വേണം. അതെ, വേണം വേണം. ശുചീകരണം നമുക്കിപ്പോ ഒരു റോഡ് ഒരു സാധനം കണ്ട് അത് എടുത്ത് മാറ്റാൻ നമ്മൾ വിചാരിക്കണ്ട. അതോ അയാൾ എടുത്തോട് മാറ്റിക്കോട്ടെ, അത് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അത് നമുക്ക് കഴിയുന്ന നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പൊ പെട്ടെന്ന് ഓടി എത്തണം അവിടെ എടുക്കാൻ. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യ ജീവി തന്നെ പറയുന്നത് അതാണ്. മനുഷ്യനെയാണ് ബുദ്ധിയും വിവരമെല്ലാം വിഷയമെല്ലാം മനുഷ്യനേ ഉള്ളൂ. അപ്പൊ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങൾ ഇപ്പം പറയാം എനിക്ക് എന്തെങ്കിലും ആവശ്യം, അപ്പൊ നമ്മൾ ചെയ്യണത്. അതെ, സുലൈമാനിക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പരസ്പര സ്നേഹവും വിശ്വാസവും തന്നെയാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. അത്രയും ഏറ്റവും ശുദ്ധമായ സാധനങ്ങളൊക്കെയാണ് ഉപ്പിലിട്ടതും അച്ചാറും ഒക്കെയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ വരും അല്ലെ, ഒരുപാട് കുട്ടികൾ വരും. കുട്ടികൾ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൈസ ഇടേണ്ട പ്രത്യേകിച്ച് ഒരു ബോക്സ് ഉണ്ട്, ഈ ബോക്സിനകത്താണ് പൈസ ഇടേണ്ടത്, അല്ലെങ്കിൽ GPay ചെയ്ത് കൊടുക്കാം. സുലൈമാക്കയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പല സമയത്തും സൈക്കിൾ ഷോപ്പ് ഉണ്ട് അല്ലെ, സ്വന്തമായിട്ട് സൈക്കിൾ ഷോപ്പ് ഉണ്ട്. സൈക്കിൾ ഷോപ്പിലായിരിക്കും സുലൈമാനിക്ക ഉണ്ടാവുന്നത്. അത് അല്ലെങ്കിൽ വീട്ടിലിതാ ഈ സാധനങ്ങളൊക്കെ നെല്ലിക്കയൊക്കെ കഴുകി വൃത്തിയാക്കണം, അതുപോലെ പൈനാപ്പിൾ മുറിച്ച് വൃത്തിയാക്കണം. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ളത് കൊണ്ട്, സൈക്കിൾ ഷോപ്പൊക്കെ ഉള്ളത് കൊണ്ട് സുലൈമാനിക്കൻ ഇവിടെ എപ്പോഴും കാണൂല. പക്ഷെ കട ഇവിടെ ഉണ്ടാവും. ഏറ്റവും ശുദ്ധമായ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ആളുകൾക്ക് വരാം, എടുക്കാം. ആ ഒരു വിശ്വാസം, സത്യസന്ധത കട, ആളില്ലാ കട, ഇതൊരു ഒരു വൈറൽ സാധനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. താങ്ക് യു.